എല്ലാവർക്കും ആർട്ടിസ്റ്റേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു തബല ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് സ്കൈലൈൻ ബിൽഡിങ്ങിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് തബല ചെയ്യാനുള്ള കിണർ ഇതാണ്. കിണറിൻ്റെ ചോട കുറച്ച് മണ്ണൊക്കെ അധികം കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി റിങ് ഇട്ടിട്ടുള്ള കിണറാണ്. അപ്പോൾ ആ റിങ്ങിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ ഈ തബല ചെയ്യുന്നത്. നമുക്ക് റിങ് ഇട്ടത് ഉയരം കുറവാണ്. അപ്പോൾ നമുക്ക് ആ കാരണം നമുക്ക് റിങ്ങിൻ്റെ മുകളിൽ ഒരു വരി കട്ടയും കൂടി നമുക്ക് കുത്തനെ വെച്ച് പണിയുന്നുണ്ട്. നമ്മളത് ബ്രിക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. റിങ്ങിന്റെ മുകളിൽ നല്ലപോലെ ചിപ്പ് ചെയ്തിട്ട് ചാന്ത് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ കട്ട ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത്. കുത്തനെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ചാന്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ കട്ട കുത്തനെ വെച്ചു കൊടുക്കുക ചെയ്തു. അതേപോലെ കുത്തനെ വെച്ചു. അപ്പൊ നമ്മൾ കട്ട ഒട്ടിച്ച മരിയായി. അപ്പൊ നമ്മൾ വാർത്തന്റെ തുല്യം തന്നെയാണ് ഇപ്പൊ ഇതിങ്ങനെ കട്ട ഒട്ടിക്കുമ്പോൾ. അത് നമ്മൾ ചുറ്റുവശം ഒരു വരിയെ ഓടിച്ചു. പിന്നെ നമുക്ക് അതിന്റെ ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ റിങ്ങിന്റെ ചോട, ഈ ആൾമരുടെ ചോട നമ്മൾ തമ്മിൽ കട്ട ഒട്ടിച്ചു. ഈ തബലയുടെ മുകൾ വശം വിരിഞ്ഞ് നിൽക്കണം, അടിയിലേക്ക് ചെറുതായിട്ടും പോകണം. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് ഏറെക്കുറെ ഉണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ ഈ ബ്രിക്സിന്റെ മുകളിൽ നമ്മളൊരു കട്ടയും കൊണ്ട് പതിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ 4 ബ്രിക്സ് നിൽക്കുന്നത് 4 ഇഞ്ച് തള്ളിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ കിണറിന്റെ ആൾമരയുടെ മുകളിൽ 4 ഇഞ്ച് തള്ളിലാണ് ഈ ബ്രിക്സ് നിൽക്കുന്നത്. 4 ഇഞ്ചാണ് ഈ ആൾമരയുടെ കനം ഉണ്ടാവുക. പിന്നെ നമുക്ക് അതിന്റെ മുകളിൽ നമ്മൾ 2.5 ഇഞ്ചിന്റെ കട്ട കൊണ്ട് വെച്ച് കൊടുത്തേക്കുക. അപ്പോൾ 2.5 ഇഞ്ച്, അപ്പോൾ 6 ഇഞ്ച് നമ്മളിപ്പോൾ ചെരിവായിട്ടുണ്ട്. ഇതും ഈ 6 ഇഞ്ച് ചെരിവ് ഉണ്ടായാലും പോരാ, നമുക്ക് ഇനി ചെരിവ് കൂട്ടണം. അപ്പോൾ നമ്മൾ ഇനി പെരിക്കനിലൊക്കെ നമ്മൾ ചെരിവാക്കി എടുക്കുക ചെയ്യാം. പിന്നെ ഇതിന്റെ വളല്, ഇതിന്റെ മുകളിൽ നമ്മളിങ്ങനെ തബലയുടെ ചുറ്റും മറ്റേ തോലിന്റെ ഒരു വളയിലിങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ ഈ തേക്കിന്റെ പുറത്തേക്കായിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചാട്ടുണ്ടാവും, വിരിച്ചിൽ കിട്ടും. പിന്നെ ബാക്കി നമ്മൾ കട്ടൊട്ടിച്ച സൈഡൊക്കെ ഇതേപോലെ നമ്മൾ ഗ്രൗട്ട് അടിച്ചിട്ട് നമ്മൾ ഷേപ്പ് ഇങ്ങനെ പിടിക്കും. നമുക്ക് ഈ കാരണം നമ്മൾ കട്ട ഒട്ടിക്കുമ്പോൾ എഡ്ജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ട് ചെറിയ കോല് വളഞ്ഞൊരു കോല് മരി ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനെ കറക്റ്റ് ഷേപ്പിൽ തള്ളിയെടുക്കണം. അതിൻ്റെ വളവ് നമുക്ക് തബലയുടെ കറക്റ്റ് വളവായി കിട്ടിയില്ലെങ്കിലും നമുക്ക് ഏറെക്കുറെ ഷേപ്പിൽ കിട്ടണം. അപ്പോൾ എന്നാലും അത് ഭംഗി ഉണ്ടാവും. കറക്റ്റായിട്ട് വളവ് കിട്ടണം വെച്ചാൽ നമുക്ക് അതിനേക്കാളും ഉയരം കൂട്ടണം കിണർ. പിന്നെ ഉയരം കൂട്ടിയ കിണറ്റിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ഉയരം ആയിട്ടുണ്ട്. അതേപോലെ തേച്ച് നമുക്ക് ആവശ്യമുള്ള കനം ആക്കി എടുക്കണം ചെയ്യണം. കണ്ട ഏറെക്കുറെ നമ്മുടെ ഒരു ഷേപ്പായിട്ട് ആയിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ നമുക്കൊരു ഇരുത്തം വെച്ച് കൊടുക്കണം. പിന്നെ ഇത് നേരെ മണ്ണിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു അടിയിലൊരു ഇരുത്തം തബല കയറ്റേക്കൊരു തെരിക മരി ഉണ്ടാക്കണം നമുക്ക്. ഇപ്പൊ നമ്മുടെ തബലയുടെ ഷേപ്പ് ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വളയിൽ പിടിപ്പിച്ചു കൊടുക്കാം. ഈ വളയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ടോപ്പില് ഈ തബലയുടെ കയറ്റും മുകളിൽ നമ്മൾ തോല് ഉണ്ടാവുമല്ലോ, മറ്റേ കൊട്ടണ ഭാഗം. ആ കൊട്ടണ ഭാഗത്തിന്റെ ആ തോല് മുറുക്കാൻ വേണ്ടിയിട്ട് ടൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു വളയിൽ വരി ഉണ്ടാക്കും. അതും തോലുകൊണ്ട് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ആ തോല് കോർക്കണ ഒരു തോലിന് ടൈറ്റ് ചെയ്യാനുള്ള ഒരു കോർക്കണ ഒരു സംഭവമാണ് ഈ വളയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ സാധനം ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിന്റെ അരിക്കൽ ഈ തേക്കിന്റെ പുറത്തേക്ക് ചാടി നിൽക്കണത്. അതേപോലെ പുറത്തേക്ക് വളയിൽ ചുറ്റി നിൽക്കണം. ഈ കുറ്റിമ ഇറങ്ങിയിരിക്കണ മാതിരി തോന്നണം. ആ ഒരു ഷേപ്പിൽ വേണം നമുക്ക് ഇത് പിടിപ്പിക്കാൻ. കണ്ട ഇതേപോലെ വേണം ചെയ്യാനായിട്ട്. അതേപോലെ നമ്മൾ പുറത്തേക്ക് ഈ കുറ്റിയുടെ പുറത്തേക്ക് ചാടിച്ചിട്ട് പിടിക്കും. അത് നമ്മളൊരു തബല ആണെങ്കിലും നമ്മൾ ഇത് വാട്ടർ ലെവലൊക്കെ ഏറെക്കുറെ നമ്മൾ നോക്കിയിട്ടുണ്ട്. വാട്ടർ ലെവൽ ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഷേപ്പൊക്കെ ഏറെക്കുറെ ഒപ്പാണ്, ഹൈറ്റൊക്കെ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. വളയിൽ പിടിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഷേപ്പൊക്കെ ഒരു ഏറെക്കുറെ ഒപ്പാവാൻ നോക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കിണറിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. പുറം തേച്ച് തുടങ്ങുന്നതിന് പടനെ നമ്മൾ ഉള്ളിൽ തേച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ തമ്മിൽ കിടന്നിട്ട് വേണം ഉള്ളൊക്കെ തേക്കണമെങ്കിൽ. ആ കാരണം നമ്മൾ ഉള്ളിൽ ആദ്യം തേച്ച് കഴിഞ്ഞു. പിന്നെ ഈ കിണറിൻ്റെ ഉള്ളിലൊക്കെ തേക്കാൻ കുറച്ച് റിസ്ക് ആയിരുന്നു. കാരണം 900 വീട് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിലൊക്കെ വെള്ളം എടുക്കുന്ന കിണർ, അതിലത്തൊരു കിണറാണത്. കുറേ കിണറുകളുണ്ട്, അതിലത്തൊരു കിണറത്. സെൻസറൊക്കെ വെച്ചിട്ടാണ് വെള്ളം എടുക്കുക. അത് കുറച്ച് വെള്ളമായി അപ്പോൾ ആ വെള്ളം എടുത്ത് വെച്ചു. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ വളലിന്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്ത മരി തോന്നും. തോല് ഇങ്ങനെ നെയ്ത മരി നമുക്ക് തോന്നിക്കണം.
അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് PVC പൈപ്പ് ഇതേമാതിരി ചെരിച്ച് കട്ട് ചെയ്തിട്ട് കണ്ടോ അതേമാതിരി ഇപ്പോൾ 1.5 ഇഞ്ച് വെച്ച് അകലം വെച്ചിട്ടാണ് നമ്മൾ ഇതേമാതിരി ഒരു പൊടി ഉണ്ടാക്കുന്നത്. നെയ്ത മാതിരിയായിട്ട് തോന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു പൊടി ഉണ്ടാക്കുക. അപ്പോൾ ഈ ചെരിച്ച് കട്ട് ചെയ്താൽ നമുക്ക് ഒരേമാതിരി ഷേപ്പ് കിട്ടും ചെയ്യും. ഇതേപോലെ അമർത്തി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് കൊളരുകൊണ്ട് നമ്മൾ ചെത്തിയെടുക്കണം. നമുക്ക് കണ്ടോ അതപ്പോൾ നമ്മൾ നെയ്ത ഒരു ഏറെക്കുറെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ വരച്ചിട്ട് അത് ചെത്തിയെടുക്കുക ചെയ്യാം. അപ്പോൾ നമുക്കതിങ്ങനെ മേതയ്ക്ക് മേത നെയ്ത മാതിരി തോന്നും. അത് ഇതേപോലെ ചെത്തിയെടുക്കുക. നമ്മുടെ വളലിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാറ് വെച്ച് കൊടുക്കാം. നമ്മളിതിന്റെ ബാറ് വെക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളിതിന്റെ മുകൾ വശം ചുറ്റളവ് എടുത്തിട്ട് അത് 12 ആക്കി ഹരിക്കുക ചെയ്ത് എന്നിട്ട് 12 ബാറ് നമ്മൾ ഇതിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഈ വാറ് വരച്ചിട്ട് നമ്മൾ ആദ്യം തേച്ച് മിനുക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ കാരണം കൊണ്ട് നമ്മൾ ആദ്യം വാറ് എവിടെ വരണമെന്നുള്ളത് നോക്കിയിട്ട് അത് വരച്ച് ചിപ്പ് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഈ വാറ് പിടിപ്പിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഇത് 12 ആക്കിയിട്ട് വാറ് എവിടെ വരിക എന്നുള്ളത് ആദ്യം വരച്ചിടുക. എന്നിട്ട് അതിൽ ചിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുമാതിരി വെള്ളം നനച്ചിട്ട് ചാന്ത് തേച്ച് വാറ് പിടിപ്പിക്കുക. അല്ലെങ്കിൽ അത് വാറ് കുറേ കണ്ട് പൊട്ടി പോരാനൊക്കെ സാധ്യതയുണ്ടാവും. തേച്ച് മിനുക്കിയിട്ട് തന്നെ മുകളിൽ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ ചിപ്പ് ചെയ്തിട്ട് നനച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ പെരുക്കൻ പിടിപ്പിക്കുന്നത്. പിന്നെ നമ്മളിത് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കോർത്തൊരു ഫീല് കിട്ടണം. നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ മുകളിൽ കൂടെ ചുറ്റി വരുന്ന ഒരു ഷേപ്പ് വരണം. ഈ വളലിൻ്റെ അവിടെ കനം ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. കാരണം നമ്മൾ വളൽ പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ടല്ലോ ചെയ്യുന്നത്. അപ്പം ആ കനം നമ്മൾ ഈ വാറിൻ്റെ മുകളിൽ വരുത്തണം. അന്നേരമാണ് അതിനെ ടൈറ്റായി നിൽക്കുന്ന ഒരു ഫീല് കിട്ടുള്ളൂ. ആ വളലിൻ്റെ അടുത്തുള്ള ബാറിൻ്റെ വശം നമ്മൾ കനം കയറ്റി തന്നെ പറ്റുള്ളൂ. എന്നിട്ട് നമ്മുടെ ബാറിൻ്റെ കനം അരഞ്ച് കനം നമ്മളവിടെ സൈഡിൽ ഉണ്ടാക്കും വേണം. അപ്പോൾ നമ്മളെ മുകളിൽ നിന്ന് കട്ട് ചെയ്തില്ല. അപ്പോൾ ആ കനം തന്നെ നമ്മൾ അടിയിലേക്ക് കാണിച്ചു കൊടുക്കുക. കാണുന്ന മാതിരി കട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ ഈ വാറിൻ്റെ വീതി വെച്ചേക്കുന്നത് 3 ഇഞ്ചാണ്. 2 വാറിൻ്റെ അളവ് നമ്മൾ ഇതിൻ്റെ ഒരു വാറിന് വെച്ചു. നമ്മൾ നെയ്ത്ത് വെട്ടിയില്ലേ അപ്പോൾ അതിൻ്റെ 2 വാറിൻ്റെ അളവ് ഇതിൻ്റെ നമ്മൾ വെച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ വാറിൻ്റെ കനം കണക്കാക്കി. നമ്മുടെ ഈ വാറിൻ്റെ പണി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരുത്തത്തിൻ്റെ പണിയാണ് ചെയ്യാനുള്ളൂ. ഇരുത്തത്തിൻ്റെ പണിയാണ് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നല്ല മഴയൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ മഴ കാരണം കൊണ്ട് നമുക്ക് ഇരുത്തം പണിയാനും ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാനും പറ്റും. പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ ആ സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാരണം കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ക്ലിയർ അടിക്കുന്ന സമയത്ത് ഫിനിഷിങ് സമയത്ത് നമുക്ക് കുറച്ച് ഫോട്ടോസുകളും വീഡിയോസ് എടുക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ അടുത്തില്ല. അപ്പോൾ ശരി എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിലാണ്.